ഞാൻ എളുപ്പത്തിൽ കായം വറുത്ത് പൊടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇനിയും കായം വറുത്തെടുക്കാൻ പോവുകയാണ്. വറക്കുമ്പോൾ ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളെ ആദ്യം വറുത്തെടുക്കുക. കായം ചൂടായ പാനിലേക്ക് ഇടുക. നല്ല ചൂടായി കഴിയുമ്പോൾ നല്ല പപ്പടം പോലെ അത് പൊങ്ങി വരാൻ തുടങ്ങും. കരിയാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കായത്തിന്റെ ഡാർക്ക് കളർ മാറി ഒരുമാതിരി ലൈറ്റ് കളറിൽ അതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. കായം ഇതുപോലെ പൊടിച്ചെടുക്കുന്നതാണ് എളുപ്പം. മൈക്രോവേവിൽ വെക്കുകയോ കുക്കറിൽ വെച്ച് വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കായം മുഴുവൻ നന്നായിട്ട് അത് പൊള്ളി നല്ല റോള് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നും പാനിൽ നിന്നും മാറ്റി തണുക്കാൻ വെക്കാം. ഈ ചെറിയ പീസസും ഇതുപോലെ വറുത്തെടുത്തു. ഇത് ലാസ്റ്റ് പൊടിയായിട്ട് കിടന്ന ഭാഗമാണ് ഇത്. ഇത് തണുത്തു കഴിഞ്ഞ് കുപ്പിയിൽ സൂക്ഷിക്കുകയോ ആവശ്യത്തിന് ഇത് പൊടിച്ചെടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ തണുത്തു കഴിഞ്ഞിട്ട് മുഴുവനും വേണമെങ്കിൽ പൊടിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കാം. കായം നല്ലതുപോലെ തണുത്തു. സ്വല്പം ഞാൻ ഇപ്പോൾ പൊടിച്ചെടുക്കുകയാണ്. നല്ല കായത്തിന്റെ പൊടി റെഡി. ഇനി ഞാൻ സ്വല്പം കായം പൊടി ഞാൻ ഉണ്ടാക്കിയ കാകരിപ്പികൾ ചേർക്കുകയാണ്. ബാക്കി വരുന്ന കായം ഇതുപോലെ നമുക്ക് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം. ഒന്നിച്ച് പൊടിക്കുകയോ അല്ലെങ്കിൽ കുറച്ചായിട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യാം. കായം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കായത്തിന്റെ പൊടി മേടിക്കാതെ ഇതുപോലെ കായം ഉണ്ടാക്കിയെടുക്കുക.